ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി തന്നെയാണ്. ബീഫ് ഫില്ലിങ് വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചിക്കൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് ഫില്ലിങ്ങിലേക്ക് വേണ്ട ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ ബീഫ് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് മാവ് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂണ് ഉപ്പും 1 ടീസ്പൂണ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആദ്യം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ വെള്ളം കൂടി പോകരുത്, നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു മാവായിരിക്കണം. ഇപ്പോൾ മാവ് ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് മസാല തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും അല്പം കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂണ് ഗരം മസാലയും പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നതിനനുസരിച്ച് പൊടികളൊക്കെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറഞ്ഞ അളവിലേ ചെയ്യുന്നുള്ളൂ. ഇനി ഒന്ന് വഴറ്റി കൊടുക്കുക, ആ മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ബീഫ് ചൂടാറിയതിന് ശേഷം ഞാനിതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയും മതി. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കാം. എന്നിട്ട് കൗണ്ടർ ടോപ്പിൽ പൊടിയൊന്നും അല്പം തൂവി കൊടുത്തതിന് ശേഷം നമുക്കിത് ഓരോ ഉരുളയാക്കി എടുക്കണം. കുറച്ച് വലിയ ഉരുള തന്നെ ആക്കി എടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് കുറച്ച് വലിപ്പത്തിൽ പരത്തിയെടുക്കാം. ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ലൊരു ഷേപ്പാക്കി എടുക്കാം. ഇനി നമുക്കിതിനെ ഒരു 3 പീസാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ പരത്തുന്നതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് അളവിലുള്ള പീസാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഓരോ പീസിൻ്റെയും പകുതി വെച്ചിട്ട് ഇതുപോലെ 2 കട്ടിങ്ങും കൂടെ കൊടുക്കാം. അപ്പോൾ ഓരോന്നിൻ്റെയും സൈഡ് ഇപ്പോൾ ഇതുപോലെ 3 പീസായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ടിങ് ഇല്ലാത്ത സൈഡിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ 2 സൈഡും പിടിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുവരെ ഒട്ടിച്ചു കൊടുത്ത ശേഷം പിന്നെ നമുക്ക് ഈ ഒരു 3 ലൈന് നമ്മൾ മുടിയൊക്കെ മെടയുന്നത് പോലെ ഇതുപോലെ ഒന്ന് മെടഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ പകുതി വെച്ചിട്ട് ഒന്നങ്ങ് മടക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും.
ഇനി നമുക്ക് അടുത്തത് പരത്തിയെടുത്തിട്ട് കട്ട് ചെയ്ത് വേറൊരു രീതിയിൽ മടക്കിയെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാനിവിടെ ഫില്ലിംഗ് ഒക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലൊരു മീഡിയം ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ വെച്ചിട്ടുള്ള ഓയിൽ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് വെച്ചിട്ടുള്ള സ്പെഷ്യൽ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്